നിരവധി സിനിമകളിൽ ചെറുതും വലുതുമായിട്ടുള്ള കഥാപാത്രങ്ങൾ പ്രതിനായകന്മാരുടെയും അതുപോലെ നായകന്മാരുടെ കൂട്ടുകാരന്മാരെ അഭിനയിക്കുന്നവരോടൊപ്പം ഒക്കെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയുടെ സ്ഥിര സാന്നിധ്യമായിരുന്നു ഒരു കാലത്തെ നടി റാണി. ഇപ്പോഴിതാ നടി റാണി എവിടെയാണെന്നുള്ള വെളിപ്പെടുത്തലാണ് പുറത്തുവരുന്നത്. മേലെപ്പറമ്പിൽ ആൺവീട് എന്ന സിനിമയിലെ താരം ആ സുന്ദരി നടി റാണി ഇപ്പോൾ ഇവിടെയുണ്ട്. റാണി മാത്രമല്ല, റാണിയുടെ മകനും സിനിമയിൽ ഒരു ഇടം പിടിച്ചു. ആലപ്പുഴ സ്വദേശിയായ റാണി ചിത്രകാരനായ SR ലാരിസിന്റെ കുഞ്ഞമ്മയുടെ മകളാണ്. കലാപരമായ ഒരു അന്തരീക്ഷം വളർന്നതുകൊണ്ട് റാണി സ്വാഭാവികമായും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ മുൻപന്തിയിലായിരുന്നു എന്ന് പറയാം. ആദ്യ സിനിമ വെളിച്ചം കണ്ടില്ല. ഹിറ്റ്ലർ ബ്രദേഴ്സ്, മിസ്റ്റർ മരുമകൻ, മൈ ഡിയർ കടി എന്ന സിനിമകൾ സംവിധാനം ചെയ്ത സന്ധ്യ മോഹന്റെ ചിത്രത്തിലാണ് ആദ്യമായി അവസരം ലഭിച്ചത്. തുടക്കത്തിൽ തന്നെ നായികയെ അഭിനയിക്കാൻ സാധിച്ചു. എന്നാൽ അത് പിന്നീട് നടന്നില്ല. ഇത്രയൊക്കെ ചെയ്തിട്ടും ആളുകൾ റാണിയെ ഓർത്തിരിക്കുന്നത് നിമിഷങ്ങൾ മാത്രം ദൈർഘ്യമുള്ള മിന്നിമറയുന്നൊരു വേഷത്തിന്റെ പേരിലാണ്. സൂപ്പർ ഹിറ്റായ മേലെപ്പറമ്പിൽ ആൺവീട് എന്ന പടത്തിൽ ജഗതി ശ്രീകുമാറും വിജയരാഘവനും പെണ്ണു കാണാൻ എത്തുന്ന സീനാണ്. റാണി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ചേച്ചിയും റാണിയും പെണ്ണു കാണാൻ വരന്മാർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. കല്യാണ ബ്രോക്കറായ ഇന്ദ്രൻസ് പെൺവീട്ടിലെത്തും മുൻപ് തന്നെ വധുവരന്മാരെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപ്രകാരമാണ് ചെയ്തിരിക്കുന്നത്. മൂത്തവൾ പച്ച തക്കാളി എങ്കിൽ ഇളയവൾ പഴുത്ത തക്കാളി എന്ന ബ്രോക്കറുടെ ഭാഷ്യം. പെൺകുട്ടികളെ കണ്ടതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. പെണ്ണ് കാണാനെത്തിയ ജ്യേഷ്ഠൻ ജഗതിക്കും അനുജൻ വിജയരാഘവനും കാഴ്ചയിൽ ഭംഗിയില്ലാത്ത മൂത്ത കുട്ടിയെ വേണ്ട. രണ്ടുപേർക്കും റാണിയെ അവതരിപ്പിച്ച പഴുത്ത തക്കാളി മതി. അതേ ചൊല്ലി ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ വഴക്കാകുന്നു. രസകരമായൊരു സംഭവമാണിത്. നായികയായി ഹരിശ്രീ കുറിച്ച റാണിക്ക് പിന്നീട് ഒരിക്കലും പ്രധാന വേഷങ്ങൾ ലഭിച്ചില്ല. ചെറിയ വേഷങ്ങളിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന അവസരങ്ങൾ വന്നില്ല. സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള വളർച്ച പ്രായോഗികമല്ലെന്ന തിരിച്ചറിവിൽ അവർ വിവാഹത്തിന് പച്ചക്കൊടി കാട്ടി. ഒരു കലാകാരിയെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം ജീവിത പങ്കാളിയായി വരേണ്ടതെന്ന് മാത്രം നിബന്ധന വെച്ചു. സിനിമ ഉപേക്ഷിക്കുമ്പോൾ തന്നെ റാണിക്ക് മനസ്താപം തീരെ ഉണ്ടായിരുന്നില്ല. ആലപ്പുഴയിലെ ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ചു വളർന്ന തനിക്ക് എത്രയോ പ്രമുഖന്മാരൊപ്പം അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട്. 4 ആൾ പ്രമുഖർക്കൊപ്പം തന്നെ അറിയുന്ന പേര് സമ്പാദിക്കാൻ കഴിഞ്ഞു. അതിലപ്പുറമൊന്നും വേണ്ടെന്ന് തന്നെയാണ് താരം പറയുന്നത്. ഇപ്പോൾ മകനും സിനിമയിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ട്. അഭിനയ രംഗത്ത് ഒരു കൈപറ്റി നോക്കിയിട്ടുണ്ട്. ലിറ്റിൽ സൂപ്പർമാൻ 3 എന്ന പടത്തിൽ ബാലതാരമായിട്ടായിരുന്നു എത്തിയത്. ഓരോ തവണയും പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും വളരെ കൃത്യമായി തന്നെയാണ് റാണിയെക്കുറിച്ച് ഓർത്തിരിക്കുകയെന്നതും പറയാം. പ്രേക്ഷകർ വളരെ കൃത്യമായി ചോദിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.